ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായീസ് കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ബ്രെഡും ബീഫും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം, വീഡിയോയിലോട്ട് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അധികം പണിയൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് കാണണേ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് മാത്രം നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നീളത്തിലില്ലാത്ത കഷ്ണങ്ങൾ ഇങ്ങനെ സ്നാക്കാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ. വളരെ എത്രയും ചെറുതാക്കി മുറിക്കുന്നോ അത്രയും നല്ലതാണ്. നന്നായി വേവുകയും വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് മുഴുവനും മുറിച്ചെടുത്ത് കണ്ടോ. അപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചൊരു കഷ്ണം ഞാൻ അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നത്, നമ്മൾ അപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, വെള്ളപ്പത്തിൻ്റെ. അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള മതിയല്ലോ. പിന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഒരു മുട്ട മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലോർ വേണം, അതൊരു സ്പൂൺ നിറയെ, നമ്മളൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ കോൺഫ്ലോർ. ഇനി നമുക്ക് ബീഫില്ലേ, നമ്മൾ എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ച ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചൊരു നുള്ളിൽ പിഞ്ച് ഉപ്പ് വേണം കേട്ടോ. എന്താ വെച്ചാൽ ബീഫിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് ഉപ്പൊന്നും വേണ്ട. ആ മുട്ടയിലേക്കുള്ളൊരു നുള്ളു ഉപ്പ്, ആ നിർബന്ധമൊന്നുമില്ല ബീഫിൽ ഉപ്പുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പിഞ്ചങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി ബീഫിൽ ഉപ്പ് കുറവാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് ചെറിയൊരു കഷ്ണം നാരങ്ങ, കുറച്ച് മതി കേട്ടോ, ചെറിയൊരു കഷ്ണം നാരങ്ങൻ്റെ നീര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യണേ. പിന്നെ നമ്മൾ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ വേവിച്ച് വെച്ച ബീഫൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കറിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബീഫില്ലേ, ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതൊന്ന് വേവാനൊന്നുമില്ല, മുട്ടൻ്റെ വേവല്ലേ ഉള്ളൂ, മുട്ട വേവാനുള്ളൂ, ബീഫ് വേവാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിച്ച് നമുക്ക് എടുക്കണം. അപ്പോൾ ഒരു ഭാഗം വേകുമ്പോൾ നമുക്ക് മുട്ട മറിച്ചിടുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചിക്കി പരത്തി ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിത് മാറ്റി വെച്ചതിന്, നമുക്കിത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിത് ശരിക്കും കൈ കൊണ്ടൊന്ന് ചിക്കി പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് രണ്ട് ഭാഗം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാനായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ബീഫൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബീഫും ബ്രെഡും മാത്രം മതി, അത്യാവശ്യം മതി കേട്ടോ. അധികമൊന്നും വേണ്ടാണോ, കുറച്ച് മതി. പിന്നെ അതേ വെളിച്ചെണ്ണ ഇതിൽ കുറച്ച് കൂടുതലാണ്. അപ്പം ഞാൻ വെളിച്ചെണ്ണ പിന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ബാക്കി വെച്ചിട്ട് ഇതിലേക്ക് നമുക്കിതേ ഒരു സവാള, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അധികം വഴറ്റൊന്നും വേണ്ട കേട്ടോ, നന്നായി വഴന്ന് വരുമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ഒരുമിച്ച് ഞാൻ പിന്നെ പേസ്റ്റാക്കി വെച്ചതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നമുക്ക് നോമ്പിനൊക്കെ പിന്നെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുമല്ലോ, അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മീറ്റ് മസാല അല്ലേ, അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുടുംബശ്രീൻ്റെ മീറ്റ് മസാല പാക്കറ്റ് ഇവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്, അപ്പോൾ അത് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചൊരു ടീസ്പൂണോളം അതും, പിന്നെ ഇത്തിരി പെപ്പർ പൗഡർ കുറച്ചിട്ട്, വളരെ കുറച്ച് മാത്രം പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യും. പിന്നെ ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് ഇട്ടു, അധികമൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഉപ്പിട്ട് വേവിച്ചതാവുകൊണ്ട് തന്നെ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ, ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ ചെറിയൊരു തക്കാളി, നന്നായി പഴുത്ത തക്കാളി എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഇറക്കി വെക്കാൻ സമയത്ത് നമുക്കിത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയതാക്കി അരിഞ്ഞിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിക്കണ്ട കേട്ടോ, അധികം വേവിക്കണ്ട, ഒന്നിങ്ങോട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. തക്കാളിയൊക്കെ നമുക്ക് ഇറക്കി വെക്കാൻ സമയത്ത് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒത്തിരി കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലയ്ക്കുള്ളൊരു ഉപ്പ് മാത്രം മതിയേ.
പിന്നെ നമ്മളിതേ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ബീഫില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചെറിയ പൊടി ഒന്ന് കൈക്കൊണ്ടൊന്ന് ഞരട്ടി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇഫ്താറിനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു എണ്ണക്കടി അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ആ ബീഫും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് 2 മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് 2 എണ്ണം പൊട്ടിച്ചെടുക്കാം. മൊത്തം നമുക്കൊരു 5 മുട്ടൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഒരു മുട്ട എടുത്തില്ലേ, പിന്നെ ഇപ്പോൾ 2 മുട്ട എടുത്തു. അപ്പം ഇനി ഇതിലേക്ക് ഇതേ കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ കുറച്ചൊരു ഗ്ലാസ് പാലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വരെ പാല് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, എല്ലാത്തിലേക്കും നമ്മൾ തിരിച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഞാൻ ഈ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഇതേ ഒരു ഒത്തിരി നെയ്യ് ഒഴിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് പരട്ടി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി അങ്ങ് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ നമ്മൾ വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിതേ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് മുക്കിയിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഈ ചട്ടിയിൽ എല്ലാ ഭാഗത്തും അങ്ങ് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതിൽ കൊള്ളുന്ന അത്ര വെച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് നടുവിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് സൈഡിലൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിറച്ചിട്ട് ഒരു ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ, വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ നമുക്ക് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പായി ഇതിൽ മുക്കിയിട്ട് ഇതാ ശരിക്കും ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേ ഞാൻ 2 മുട്ടയും പാലും അതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പിന്നെ പിഞ്ച് കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് 2 മുട്ടയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 മുട്ടയിൽ നമ്മൾ ബ്രെഡ് ഇങ്ങനെ നനച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഇതേ ബീഫ് നമുക്ക് ഉണ്ടാക്കി വെച്ച ബീഫിൻ്റെ മസാലയില്ലേ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും എല്ലാ ഭാഗത്തേക്കും നമുക്ക് പരത്തി കൊടുക്കണേ. വക്കത്തേക്ക് ആക്കി കൊടുക്കണ്ട കേട്ടോ. നമുക്കൊരു ഇതിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. വക്കത്ത് വെച്ച് നമുക്ക് ആ വക്ക് ഭാഗം മടക്കി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എല്ലാ ഭാഗം ശരിക്കും ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതേ ഇങ്ങനെ ഈ വക്കത്തൊക്കെ ആയി നിൽക്കുന്ന ഭാഗമല്ലേ ഇത് നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ മുഴുവനും മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വൃത്തി കിട്ടുള്ളൂ കേട്ടോ. മറ്റേത് വെച്ചാൽ വക്ക് ഭാഗം കുറച്ച് പുറന്തള്ളി നിൽക്കില്ല. അപ്പോൾ ഇതങ്ങോട്ട് മടക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചട്ടി നമുക്ക് ചെറിയൊരു കുടുംബമൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ നമുക്കിതേ മേൽഭാഗത്ത് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. ശരിക്കും മൊത്തത്തിൽ അങ്ങനെ ഇതൊക്കെ ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന ഈ മിക്സ് ഇല്ലേ, പാലിൻ്റെ മിക്സ്, പാലും പിന്നെ മുട്ട മിക്സ്, അപ്പോൾ ഇത് നമുക്ക് മേലങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൽ നമ്മൾ കുരുമുളക് ഇത്തിരി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. മേലേക്ക് നമ്മൾ ശരിക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളത് മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. മേലെ നിറഞ്ഞ് നമ്മൾ ചെറിയ അപ്പച്ചട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് നിറഞ്ഞ് പുറത്തേക്ക് തള്ളാതെ അങ്ങ് നോക്കണം കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നമ്മൾ കൂടുതൽ വലിയ ചട്ടിയൊന്നും എടുത്ത് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ മൊത്തത്തിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മേലെ ചെറിയൊരു അലങ്കാരത്തിന് വേണ്ടി ഇത്തിരി മല്ലിയില, പിന്നെ ഒരു തക്കാളി നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി കഷ്ണങ്ങൾ കേട്ടോ, അത് കുറച്ച് മേലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായി അടച്ച് വെച്ച് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കണേ. അപ്പോൾ ഞാനിത് അടിയിൽ ഇതൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ചട്ടിയും പാനൊന്നും വെച്ചിട്ടില്ല. വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് പിന്നെ വെക്കുന്നുള്ളൂ കേട്ടോ, വേവിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അടിയിൽ പേടിയുള്ളവർക്ക് അടിയിലൊരു ചട്ടിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വരെ നമ്മൾ വെക്കുന്നുണ്ട്. പറ്റ ലോ ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതേ ഒരു 10 മിനിറ്റൊക്കെ ആയി കാണും. നമുക്ക് ഇത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണേ. നമുക്കൊരു ഭാഗം വെന്തത് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇങ്ങനെ എടുത്ത് കിട്ടുന്നുണ്ടോ നോക്കിയൊന്നുമില്ല, ആ ഭാഗത്തൊന്ന് നോക്കി നോക്കാം. അപ്പോൾ കിട്ടുന്നുണ്ട് നമുക്ക് വേഗം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ശരിക്കും ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ശരിക്കും ഞാൻ 2 മൂടി അടപ്പ് വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മറിച്ചിടണമെങ്കിൽ ആദ്യം കുറച്ച് പിന്നെ നെയ്യും കൂടി ഇതുമേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചട്ടി മാറ്റി കൊടുക്കുകയാണെങ്കിൽ വേറെ മറ്റൊരു ചട്ടിയിൽ നെയ്യ് പരട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മെല്ലെ മുറിയാതെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ.
ഇനി നമുക്ക് പിന്നെ ഒരു 5 മിനിറ്റ് 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ഇതും അങ്ങനെ ഇതുപോലെ നമുക്ക് നന്നായി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒറ്റ ലോ ഫ്ലെയിമിലായിട്ട് തന്നെ വേണം നമുക്ക് ഇത് വേവിച്ചെടുക്കാനേ. കരിയാതെ നോക്കണം കേട്ടോ. ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു 5 മുതൽ വെച്ചാൽ മതി കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും നോക്കണേ. നോക്കിയിട്ട് നമുക്ക് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ 2 ഭാഗം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നല്ലൊരു സ്പൈസിയൊക്കെ ആവശ്യം. പിന്നെ ബ്രെഡിൻ്റെ ചെറിയൊരു മധുരം എന്തായാലും ഉണ്ടാവും ചെയ്യില്ല ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ. നല്ല സ്പൈസിയാണ്. എടുക്കുക ബ്രെഡിൻ്റെ ഒരു മധുരം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.